പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം. ജോമറ്റോയുടെ വിചാരം ജോമറ്റോ ഒക്കെ താമസിക്കുന്നതാണ് കറക്റ്റ് ഗ്രാമം. അതിലും വലിയ ഗ്രാമം ഒന്നും ഇവിടെ ഇല്ലെന്നാ. അങ്ങനെ വേണ്ട അയോവയിലെ ഒരു കിടിലൻ റെസ്റ്റ് ഏരിയ എന്നാണ് നമ്മളിപ്പം മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആയത് കേട്ടോ, വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഫുഡെല്ലാം കഴിച്ച് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയ സ്ഥിതിക്ക് നമുക്ക് സമയം കളയാതെ വണ്ടി എടുത്ത് പോയേക്കാം. നമുക്ക് രാവിലെ അപ്പോയിൻമെൻ്റ് ഉള്ളതല്ലേ. ബൈക്ക് എങ്ങനെയാ ഇപ്പം മോർണിംഗ് ഓടിക്കുന്നതാണോ ഈവനിങ് ഓടിക്കുന്നതാണോ മൊത്തത്തിൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈവനിങ് ആയിരിക്കും. എന്നായിരിക്കും അറിയോ? കാരണം ഫ്രാങ്ക് തന്നെ പറയാം, ഇപ്പൊ രാവിലെ നമ്മൾ പോരുന്നു, വീട്ടിൽ നിന്ന് പോരുന്നു, നമുക്ക് തന്നെ മനസ്സിലുണ്ട് പോയി കിടക്കാം, സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ട് കിടക്കാം, കുഴപ്പമില്ല, അവിടെ ചെന്നൊന്ന് മയങ്ങാനുള്ള സമയമുണ്ടല്ലോ എന്നുള്ള. നേരെ മറിച്ച് രാവിലെ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഡേ ആട്ടോ, ബാക്കിയൊക്കെ വലിയ വിഷയം എന്നുള്ള കാര്യമല്ല. മറ്റേ എന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി സെറ്റായിട്ട് പോവാം. അതല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം ചിലപ്പോൾ രാത്രി താമസിച്ചായിരിക്കും മിക്കവാറും ഉറങ്ങും. ഏർലി മോർണിംഗ് നമ്മൾ എണീക്കേണ്ടി വരും, പോരണം. ആ ഉറക്കം നമുക്ക് ഇനഫ് ആകാതെ നമ്മൾ ഓടിക്കേണ്ട ഒരു അവസ്ഥ വരും അല്ലേ? അത് ഫേസ് ചെയ്യുന്നൊരു കാര്യം സത്യം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോർണിംഗ് ഓടിക്കാനാണ് എനിക്കിഷ്ടം. ആണോ? കാരണം വേറൊന്നുമല്ല, നമ്മൾ രാവിലെ എണീറ്റ് അങ്ങ് ശീലിക്കുന്നതുകൊണ്ടേ നമുക്ക് ദിവസം കയ്യിലുള്ള പോലെ തോന്നും. മനസ്സിലായോ? പിന്നെ ആ ഒരു സ്ലീപ്പിംഗ് സൈക്കിൾ അങ്ങ് നിലനിൽക്കുന്നതുകൊണ്ട് സാധാരണ നമ്മൾ രാവിലെ എണീക്കും, വെളുപ്പിനെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ദിവസം കിടക്കുവാണല്ലോ നമുക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് രാത്രി, അപ്പൊ രാത്രിയിലും നമ്മൾ അവയെ കാണലും ബാക്കി എല്ലാം ക്ലോസ്ഡ് അല്ലേ? അല്ല അത് കാര്യമായിട്ടോ. അപ്പം 3 മണിയാകുമ്പോൾ നമ്മുടെ ഷിഫ്റ്റ് തീർന്നു അല്ലേ? അതെ അതെ. പക്ഷെ എനിക്ക് ഉറക്കം നല്ലത് കിട്ടുന്ന ഷിഫ്റ്റ് തന്നെ ഷിഫ്റ്റിനേക്കാളും ഈവനിങ്. കാരണം നമ്മളൊരു 3-3:30 ആകുമ്പോൾ കിടക്കുന്നേ, അത് നല്ല അടിപൊളി ഉറക്കമാണ്. ഒരു 10 മണി വരെ കിടന്ന് ഉറങ്ങുന്ന നല്ല സൂപ്പർ ഉറക്കമാണ്. അതെ, വെളുപ്പിനെ അതായത് നമ്മൾ ആ രാത്രി കയറി അങ്ങ് കിടക്കുമ്പോഴത്തേക്ക് ആ ഇരുട്ടത്ത് തന്നെ കിടന്ന ഒരു 10-11 മണി വരെ. യൂഷ്വലി നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പക്ഷേ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഉറങ്ങുന്നത്, സിനിമയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ. നമ്മുടെ ഡെലിവറി അല്ലേ? ഡെലിവറി കിട്ടെ കേട്ടോ. ഞാൻ ചുമ്മാ ജസ്റ്റ് അതിന്റെ ETA എന്ന് അറിയാൻ വേണ്ടിട്ട് കേട്ടോ. പക്ഷെ നമുക്ക് ടൈമുണ്ട്. പിന്നെ മിരാലാമ ഇവിടെ അടുത്തല്ലേ? പാർശ്വ കഴിഞ്ഞാല് പാർശ്വ എനിക്ക് 50-100 കിലോമീറ്റർ ഉണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നെ മിരാലാമയാണ് ഏറ്റവും ക്ലോസ്. നമ്മളെ അപ്പോയിന്റ്മെന്റ് ടൈമിന് ഒരു അരമണിക്കൂറിലും മുമ്പ് മാത്രമേ അവര് എടുക്കുള്ളൂ നമ്മളെ. 1 മണിക്കൂർ മുമ്പ് എടുക്കില്ലേ? 1 മണിക്കൂർ ഓക്കെ, അത് കൂട്ടിക്കോ. 1 മണിക്കൂർ മുമ്പ് നേരെ ലൈനിൽ കിടക്കാം. അവിടെ ക്യൂ ഉണ്ടാവുമല്ലോ ട്രക്കുകളുടെ. അതിന്റെ സറൗണ്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ റോഡ് സൈഡ് പാർക്കിങ്ങുകളൊക്കെ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ സൈഡിലൊക്കെ ചെറിയ സ്ഥലത്തൊക്കെ കയറ്റിയിടുന്നുണ്ട്. അവിടെ എല്ലാം. പിന്നെ കുറച്ച് മുന്നോട്ട് ഒരു പാലം ഉണ്ട് അവിടെ, ആ ഓവർബ്രിഡ്ജിന്റെ അടിയിൽ അവിടെ കൊണ്ടുപോയിടാം. ആ ഫ്ലൈയിങ് ജിയിലേക്ക് കയറാനേ പറ്റൂല. അവിടെ ഒന്നും കയറാൻ പറ്റില്ല. ഈ കോസ്കോക്കാർ ഇത്രയും വലിയ ദുഷ്ടന്മാരായതുകൊണ്ട് എല്ലാ ഡെലിവറി ഉള്ളവരെല്ലാം അവിടെ തന്നെ കിടക്കുക. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ ട്രാഫിക്. അതും എത്ര ഉണ്ടോ അവർക്ക് 500-600 ഡോക്ക് അതുണ്ട് അവിടെ ചുറ്റുമ്പുറം. നമുക്ക് ആ ഡോക്ക് നമ്പർ കൊണ്ടിട്ട് പുറത്തേക്ക് പേപ്പർ വർക്കുമായിട്ടൊന്നും ഒരു ഡീലും ഇല്ലല്ലോ നമുക്ക്, മറ്റേ ഇറക്കുന്നവനും കയറ്റുന്നവനുമായിട്ട്. നമുക്ക് ആ പേജർ തന്ന്. അതെ അതെ, സംഭവം കറക്റ്റ് ചെയ്യാം. അപ്പൊ നേരെ അതിന്റെ പുറത്ത് പാർക്ക് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ആകുമ്പോഴത്തേക്കും നേരെ അങ്ങ് കയറ്റിയാൽ മതി. ചില ദിവസങ്ങളിൽ അവന്മാര് താമസിപ്പിക്കേ 1-2 പ്രാവശ്യം നന്നായി ഡിലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് ഭയങ്കര ഓർഗനൈസ്ഡ് ആട്ടോ, സിസ്റ്റമാറ്റിക്കാ. അത് ശരിയാണ്. അതായത് എന്റെ ഓർമ്മയില് ഇപ്പം നമുക്കൊരു ഡോക്ക് ഇപ്പൊ 400 എന്ന് പറയുന്ന ഒരു ഡോക്ക് അലോട്ട് ചെയ്തെന്നിരിക്കട്ടെ. അപ്പൊ
ആ 400ന്റെ മുമ്പില് വേറൊരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ടാവും. അപ്പൊ ഒരുത്തന്നെ ഈ 400 കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ 400 നമ്മൾ അതിന്റെ മുമ്പിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. എന്നിട്ട് ഇവൻ നേരെ പോകുമ്പോ നമ്മൾ നേരെ സ്ട്രേറ്റ് ബാക്ക് ചെയ്താൽ കിട്ടാൻ മതി. അത്രയ്ക്ക് ഫാസ്റ്റ്. അപ്പൊ അവിടെ ഇറക്കണമെന്ന് ഒന്ന് ശ്വാസം വിടാൻ സമയമില്ലായിരിക്കും അല്ലേ? പവർ ലിഫ്റ്റ് അതായത് മറന്നു വരുന്നു. നമ്മള് മറ്റേ ചെറിയ സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോ തോന്നിയ പോലെ ഇവിടെ നമ്മുടെ സോണിയുടെ സാധനം ഇറക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു സേർട്ട് വലിച്ചിട്ട് തന്നാ മതി. ഓർക്കുന്നുണ്ടോ പിയോടി എന്തെങ്കിലും നമ്മളിവിടെ കൊണ്ടുപോയി പ്രൊഡ്യൂസ് ഒക്കെ എടുക്കാൻ പോകുന്നിടത്തേ അവര് ഭയങ്കര ലേസിയാ. പ്രൊഡക്റ്റ് ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ട് നമ്മള് ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് പറഞ്ഞിട്ട് എന്തോ സമയം കഴിഞ്ഞാൽ കേട്ടാൻ തരും. പ്രത്യേകിച്ച് മെക്സിക്കൻസ് ഉണ്ടല്ലോ, മെക്സിക്കൻസ് അവർക്ക് ഫുള്ള് ഗുണ്ടായിസാ. അവരുടെ ഈ അത്ര അവേഴ്സ് കിട്ടുമല്ലേ അവർക്ക്. പിന്നെ നമ്മള് നോക്കുക വയ്യ, അവർക്ക് വയ്യാന്ന് പറഞ്ഞാൽ അമ്മമാര് ചെയ്യൂല എന്നുള്ള രീതിയിലാ. ആ ഫ്ലോറിഡ ചെന്നപ്പോ നമ്മള് തണ്ണിമത്തനം എടുക്കാൻ അമ്മമാരെ വന്ന ഓർക്കുന്നുണ്ടോ ഒരു പിക്കപ്പേല്? അവന്മാരത് മെക്സിക്കൻസ് ആയിരുന്നു. ഈ എല്ലാ ലാറ്റിനോസ് മെക്സിക്കൻ ആണോന്ന് അറിയില്ല, പക്ഷേ സൗത്ത് അമേരിക്കയിലെ ഏതോ സെഗ്മെന്റാ. ഭയങ്കര റൂഡായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വീഡിയോയുടെ കാര്യം ഇങ്ങനെ ഓർത്തപ്പോ ഞാൻ ഓർത്തു. അല്ല എനിക്ക് കഴിഞ്ഞ ദിവസം നിങ്ങള് ഞാൻ വിശ്വസിക്കേണ്ട വീഡിയോ കാണിച്ചില്ലേ അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയേ. നമ്മുടെ ഫ്രണ്ട്സ് സിനിമയില് പഠിക്കാൻ പോയ വെങ്കുച്ച് വരുന്ന സെറ്റപ്പിലുള്ള പപ്പിക്കുട്ടി വെൽക്കം പപ്പിക്കുട്ടി ചോട്ടി മാം സാബ് ആ ഗയി. ഇന്നിവിടെ ഉത്സാഹം. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം പപ്പിക്കുട്ടി. ഫുള്ള് കംപ്ലീറ്റ് കവർ ചെയ്ത് രാജകൊട്ടാര സെറ്റപ്പ് അല്ലേ? അതായത് നമ്മളെ ജോമറ്റോ വേറൊന്നും അല്ല കേട്ടോ പറഞ്ഞേ. ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബീഫ് മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ആമിഷകളെ കുറിച്ചുള്ള ഡിസ്കഷൻ വന്നത്. ജോമറ്റോയി നമ്മളോട് ചോദിച്ചു നിങ്ങളുടെ അവിടെ ഫ്രഷ് ബീഫൊക്കെ കിട്ടുമോ? കാരണം സാധാരണ ഇതിൽ നമ്മളിവിടെ ഈ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണല്ലോ ബീഫൊക്കെ മേടിക്കുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ മലയാളികൾ ഈ ഫ്രഷ് ബീഫ് ഇഷ്ടപ്പെട്ടിട്ട് ഈ ബുച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മേടിക്കുന്നുണ്ടേ. അപ്പൊ ജോമറ്റോയൊക്കെ അവിടെ ഒരു ബുച്ചറിന്റെ അടുത്ത് ഫാമിൽ നിന്നല്ലേ, നമ്മുടെ നാട്ടിലെ പോലെ ഷോപ്പിൽ നിന്ന്. എന്നോട് ചോദിച്ചു നിങ്ങളുടെ അവിടെ നല്ല ബീഫ് കിട്ടുമോ? അവരുടെ അവിടെ ഫാം ഉണ്ട്, മേടിച്ചോളാൻ പറ്റാത്ത. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു പോയി ഞങ്ങളവിടുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഫാമും പരിപാടികളൊക്കെ ആണല്ലോ. അപ്പോൾ ഈ ആമിഷുകളെ കുറിച്ചും അല്ല നമ്മുടെ അവിടെയുള്ള മെന്നനൈറ്റ്സിനെ കുറിച്ചും അവിടെ ഇഷ്ടംപോലെ ഫാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്ത് ചെയ്താൽ ജോമറ്റോയെ വിശ്വസിക്കുകയല്ല. പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം. ജോമറ്റോയുടെ വിചാരം ജോമറ്റോയൊക്കെ താമസിക്കുന്നതാണ് കറക്റ്റ് ഗ്രാമം. അതിലും വലിയ ഗ്രാമമൊന്നും ഇവിടെ ഇല്ലെന്നാ. ഞാൻ പറഞ്ഞു നമ്മുടെ അവിടുത്തെ ഗ്രോസറി ഷോപ്പേ, നമ്മൾ ഈ ഗ്രോസറി മേടിക്കാൻ പോകുന്ന അവിടെ ഒരു ഫുഡ് ലാൻഡ് ഉണ്ട്. അവിടെ നമ്മുടെ കാറുകൾ പാർക്ക് ചെയ്യുന്ന പോലെ തന്നെ കുതിരവണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ കുതിരകൾക്ക് കുടിക്കാനുള്ള വെള്ളവും അല്ലെ അവർ ഈ കുതിരകളുടെ ചാണകമൊക്കെ വാരി ക്ലീൻ ചെയ്യാനുള്ള ഒരു സെറ്റപ്പും ഒക്കെ വെച്ചിട്ട്. കാരണം ഈ മെനനൈറ്റ്സ് കാറുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാമല്ലോ. അവര് എത്ര വിന്റർ ആണെന്ന് പറഞ്ഞാലും അവരവരുടെ കുതിരവണ്ടിയിലാണ് ഉപയോഗിക്കുന്നത്. അന്ന് സ്നോ പെയ്തോണ്ടിരിക്കുക ആ സമയത്താണ് അവര് കുതിരവണ്ടിയായിട്ട്. പുള്ളി എന്ത് ചെയ്താ വിശ്വസിക്കാത്തതുകൊണ്ട് ഞാൻ 2 വീഡിയോ അങ്ങനെ കാണിച്ചു കൊടുത്തു. നമ്മുടെ ഗ്രോസറി ഷോപ്പില് മറ്റേ മഞ്ഞ് വീണ സമയത്ത് ഇവന്മാര് കുതിരവണ്ടി വളച്ചോണ്ട് വന്ന് പാർക്ക് ചെയ്തിട്ട് സാധനം മേടിച്ചു. അത് കണ്ടപ്പോ നിങ്ങൾ വിശ്വസിച്ചല്ലേ? അതൊരു അല്ല നമ്മളിവിടെ ഇത്ര അടുത്ത അവരെങ്ങനെ എങ്ങനെയുണ്ടെന്നേ ഞാൻ ആ സിംഗിൾ പോകുന്ന സമയത്ത് പെൻസിൽവാനിയ ആ ഭാഗത്ത് നമുക്ക് കാണാം അവര് പോകുന്ന കാണാം. പക്ഷെ നമ്മുടെ കാനഡ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ അല്ലേ? അതെ അതെ, എനിക്കറിയില്ലായിരുന്നു. നമ്മളെന്തായാലും വിചാരിക്കും അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി പോയി നമ്മൾ ജീവിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ നമ്മുടെ ജീവിതം പോണേ അല്ലേ? അതത്രേ ഉള്ളൂ. നമ്മള് വീടെടുക്കുന്നതും കാര്യങ്ങളും. ശരിക്കും ആമിഷാരുടെ ആ ഒരു കാര്യത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തിയത് എന്നാന്ന് അറിയാമോ? ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്നാന്ന് വെച്ചാൽ പിന്നെ ഇവര് വിന്ററിൽ അങ്ങനെ ഇവര് ഉപയോഗിക്കുന്ന അതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ വിന്ററിലുണ്ടല്ലോ ഞാൻ പോകുമ്പോഴത്തേക്ക് ഇവരുടെ വീടിന്റെ പുറത്ത് ഇവർ ഈ വാഷിംഗ് മെഷീൻ ഒന്നും ഉപയോഗിക്കല്ലോ. വാഷിംഗ് മെഷീനും ഡ്രയറും
തുണി ഇടുന്നു പറഞ്ഞേ. നട്ടപ്പുറ വിന്റർ എന്ന് പറഞ്ഞാൽ മൈനസ് എന്ന് പറഞ്ഞാൽ 10 മുകളിലാണ് ടെമ്പറേച്ചർ. അതുപോലെ കട്ട തണുപ്പ്. ഞാൻ നോക്കുമ്പോ ഏതോ ഒരു ആവശ്യത്തിന് ഞാൻ അതൊഴിവ്, സാറിന് നമ്മൾ റോട്ടിൽ കൂടെ അങ്ങ് പാസ് ചെയ്ത് പോവാണല്ലോ. അത് എന്തോ ഒരു ആവശ്യത്തിന് ഇതുപോലെ എനിക്ക് പെട്ടെന്ന് കോളോ ഏതാണ്ട് ഒരു സാധനം മെസ്സേജ് അയക്കാനും വേണ്ടിയിട്ട് ആ റോഡിൽ കൂടെ പോയപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഷോൾഡറിൽ നിർത്തിയിട്ട് ആ സാധനം മെസ്സേജ് ചെയ്യണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഷോൾഡറിൽ നിർത്തി മെസ്സേജ് അങ്ങനെ അയച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഏതാണ്ട് ആലോചിച്ച് ചുമ്മാ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഇവരുടെ വീടിൻ്റെ സൈഡിലാണ് ഞാൻ നിർത്തിയേക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്ത് അയല് ഈ തണുപ്പത്ത് അവർ തുണി അലക്കി, ഈ തുണികളെല്ലാം അങ്ങ് കല്ല് പോലെ ഇരിക്കും അലക്കിയിട്ടിട്ട്. അത്രയ്ക്ക് തണുപ്പല്ലേ. അല്ല, ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വാർന്ന് കിട്ടിയാലേ അകത്ത് സെറ്റ് ചെയ്യാം. ഇത് എനിക്കറിയത്തില്ല, ചിലപ്പോ ഇത്രയും തണുപ്പത്ത് കഴിഞ്ഞ് ഇത് ഈ വെള്ളം ഡ്രൈ ആയി പോണാണോ ഐസായി പോണോ എനിക്കറിയാൻ പാടില്ല എന്നാ ചെയ്യണത്. പക്ഷെ ഇവര് തുണി ഇങ്ങനെ ഇട്ടേക്കുവാ നമ്മള് നല്ല വേനൽക്കാലത്ത് ഇടുന്ന പോലെ. അവര് പക്ഷെ അവരുടെ കമ്മ്യൂണിറ്റി അല്ലാതെ വേറെ കമ്മ്യൂണിറ്റി ആയിട്ടൊന്നും ഒരു മിംഗ്ലിംഗ് ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വർത്താനമൊക്കെ പറയും. പക്ഷെ പെണ്ണുങ്ങൾ ആണുങ്ങളോട് വർത്താനം പറയാലോ. അവരുടെ പെണ്ണുങ്ങള് അവരുടെ പെണ്ണുങ്ങളോട് മാത്രമേ വർത്താനം. പക്ഷെ അവരുടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, പെബിൾസ് എന്ന് പറഞ്ഞ്. ആ ഒരു റെസ്റ്റോറന്റ് മാത്രമേ എനിക്ക് നമ്മളെ ഒന്റാറിയോയിലുള്ളൂ. അവിടെ ചെന്ന വെയിറ്റിംഗ് ചെയ്യുന്നത് ഈ പെമ്പിള്ളേരുണ്ട്, അവരുടെ പെമ്പിള്ളേര് ഈ അവരുടെ ഉടുപ്പൊക്കെ ഇട്ട്. അന്നേരം നമുക്ക് നമ്മുടെ ഓർഡർ എടുക്കുകയും നമ്മളോട് വർത്താനമൊക്കെ പറയാൻ അവര് ചെയ്തു. ഫുഡ് ഇങ്ങനെ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണോ? അല്ല, അവരുടെ ട്രഡീഷണൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഫുഡുകളുണ്ടല്ലോ. എല്ലാം അവരുണ്ടാക്കുന്ന ഫുഡുകൾ തന്നെ, അവരുടെ ഫാമിൽ അവരുടെ കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡുകൾ അതൊക്കെ തന്നെ. അപ്പൊ അന്ന് സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ ഗ്രോസറി ഷോപ്പിലൊക്കെ വെച്ച് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചിരിച്ചു കാണിച്ചാലും നമ്മളെ പെട്ടെന്ന് പോകാൻ മാറ്റി അവർ പോകും. അപ്പൊ പറഞ്ഞു കേട്ടേക്കുന്ന അവരുടെ പെണ്ണുങ്ങളെ നമ്മളെ ആണുങ്ങളോട് വർത്താനം പറയുമല്ലോ, അന്യപുരുഷന്മാരോട്. അങ്ങനെ ഈവൻ അവരുടെ കമ്മ്യൂണിറ്റിയിലും അവരുടെ പുരുഷന്മാരോട് മിണ്ടൂലെന്നാണ് എന്റെ എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു സെറ്റപ്പ്. പക്ഷെ അതുകൂടാതെ നമ്മൾ ഇപ്പം അവർക്ക് ഈ ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വണ്ടി ഇല്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ടാക്സി പോലെ വണ്ടി ഓടുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ ഇന്നോലെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് മെനനൈറ്റ്സിന് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് അതൊരു കമ്മ്യൂണിറ്റിയാണ്. അല്ല, എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ജോലിയാ, മനസ്സിലായോ? കാരണം അവർക്ക് ഈ കുതിരവണ്ടി മാത്രമല്ലേ ഉള്ളത്. അപ്പൊ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഈ വലിയ വണ്ടികളൊക്കെ ഉള്ളവർക്ക്. ഞാൻ ഇവരെ ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവര് ജ്യൂസ് ആയിരിക്കും, ജൂതന്മാരാ. ക്യാപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അത് കഴിഞ്ഞ് എന്നോട് ഇങ്ങനെ ആരോ പറഞ്ഞിങ്ങനെ അവരല്ല ഇത്. ഇവര് ഈ മെനനൈറ്റ്സ് ജർമ്മൻ ഒറിജിൻസാ. ഓൾഡ് ഭയങ്കര ട്രഡീഷണൽ ജർമ്മൻ ഒറിജിൻ. പക്ഷെ അവര് വളരെ വൃത്തിയും കാര്യങ്ങളും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് അല്ലേ, ഡീസന്റ്. ഇപ്പൊ ഉണ്ടെങ്കിലും മറ്റുള്ളവരാരും അംഗീകരിക്കല അവർക്ക് വൃത്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഇവര് പെർഫ്യൂമോ ഡിയോഡറന്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കല്ലോ, അത് ഉപയോഗിക്കല. പിന്നെ ഇവര് അപ്പം ഇവരുടെ കൂടുതൽ ഫുഡ് ഇവർ സ്വന്തം ഫാം ചെയ്തുണ്ടാക്കുന്നതായിരിക്കും. കൂടുതലൊന്നുമല്ല, 100%. അതെ അല്ലേ. അപ്പൊ ഈ വിന്റർ സമയത്ത് ഇവർക്ക് തന്നെ അപ്പം ജോലി ചെയ്യുന്നത്? വിന്റർ സമയത്ത് ഇവര് ഇതിന്റെ റിലേറ്റഡ് പരിപാടികളൊക്കെ തന്നെ സ്റ്റോറേജ് ഒക്കെ ആയിരിക്കും. എനിക്കറിയില്ല ഇവർ തന്നെയാണ്. നമ്മൾ ഈ മറ്റേ കുറച്ച് റൂറൽ ഏരിയയിലുള്ള ഈ വൈറ്റ്സിന്റെ പറഞ്ഞ കേൾക്കാലോ, അവര് ഈ ഫാമിങ് ആ സമയത്ത് നന്നായി 6 മാസം 7 മാസം നന്നായി ഫാമിങ് നടത്തും. പിന്നെ വിന്ററിന് ഇവര് വൈനൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ച്. ഈ ഫാമിങ് ചെയ്യുന്ന വൈറ്റ്സ് ഉണ്ടല്ലോ നമ്മളവിടെ, അവര് പക്ഷെ വേറെ ജോലിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ നീനയുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഷാനൻ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഒരു പ്രാവശ്യം അവരെ പരിചയപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോയില്. അവർക്ക് ഇതുപോലെ 50ഓളം പശുക്കളുള്ള ഒരു വലിയ ഫാമുണ്ട് നിങ്ങളുടെ അവിടെ തന്നെ. ഈ 50ഓളം പശുക്കളുള്ള വലിയ ഫാമിലി ഇവർക്ക് പുറത്തുനിന്ന് പണിക്കാരില്ല. ഇവരുടെ ഫാമിലി, ഇവരുടെ മക്കളും ഇവരും മാത്രമൊക്കെ ഉള്ളൂ. അത് ഈ ചുമ്മാ പശുക്കൾ മാത്രമല്ല, കോമ്പറ്റീഷൻ ഇറങ്ങുന്ന പശുക്കളൊക്കെ. ഈ നമ്മുടെ ഈ കുതിരകളുടെ ഒക്കെ കോമ്പറ്റീഷൻ ഉള്ള പോലെ നല്ല തേച്ചു എനിക്ക് എണ്ണയൊക്കെ ഇട്ട് കിടക്കുന്ന നല്ല കിടിലം പശുക്കളുണ്ടല്ലോ, ഈ ലോങ് ഹോൺ പശുക്കളൊക്കെ പോലെ. പശുവിന്റെ ലോങ് ഹോൺ അത് പശുവിന്റെ ഭാഗത്തിൽപ്പെടുന്ന. അപ്പൊ അതിനൊക്കെ ഇവര് കോമ്പറ്റീഷൻ കൊണ്ടുപോകും. അപ്പൊ അമ്മാതിരി സെറ്റപ്പുള്ള ഫാമാ. 50 പശുക്കൾ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നോക്കി. അപ്പം 10 പശു ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്നിട്ട് ആലോചിച്ചോ, ഈ പശുവിനെ എല്ലാം ടേക്ക് കെയർ ചെയ്തിട്ടും ഷാനൻ മറ്റേ ജോലിക്ക് വരുന്നുണ്ട്. നീനായുടെ അതേ രീതിയിൽ ചാപ്മാൻസിൽ സൂപ്പർവൈസറാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മാനേജറായി പുള്ളിക്കാരിയുടെ കെട്ടുവിനും ചാപ്മാൻസിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് ഈ പണി കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഫാം ചെയ്യുന്നത്. അപ്പൊ ആലോചിച്ച് വിന്ററിൽ അവർക്ക് ഫാമിന്റെ പണിയില്ലേലും ഇവർക്ക് ഈ പണിയുണ്ട്. പക്ഷെ ഫാമിൽ അവർക്ക് ഇഷ്ടംപോലെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. നമ്മുടെ പൂന്തോട്ടത്തിലെ പണി പോലെയുള്ളൂ അവർക്ക് ഈ ഫാമിലെ പണികൾ. പിന്നെ പിള്ളേര് എല്ലാം
അപ്പം ആലോചിച്ച് നോക്കുക, അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ 50 പശുക്കളെ നോക്കിയിട്ട് ഒരു ജോലിക്ക് പോകാന്ന് പറഞ്ഞു. അവര് ഈ കമ്മ്യൂണിറ്റി ആണോ? അല്ലല്ല, അവര് വൈറ്റ്സാ. അപ്പം നമ്മൾ ഈ ഒരു കണക്കിന് നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഇതുപോലെ ഇവർ പണിയെടുക്കുമെന്നൊക്കെ ഒരു ചിന്തയുള്ളവരോ. അപ്പോൾ പണിയെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇവരെ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ അമ്മാതിരി ഈ ഇഷ്ടംപോലെ ട്രാക്ടേഴ്സും സപ്പോർട്ടീവ് ആയിട്ടുള്ള പല എക്വിപ്മെന്റ്സും കാണും. ഇവിടെ ഫാമിംഗ് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ നാടിനൊക്കെ വിഷയമാണെങ്കിൽ ശരിക്കും. കാരണം ഈ മാനുവൽ ലേബറിനേക്കാൾ ഒരു ഇഷ്ടംപോലെ മെഷീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അതെല്ലാം പണി എളുപ്പത്തിൽ. മാനുവൽ ലേബർ ഈസി അല്ലല്ലോ. പിന്നെ ആളെ കിട്ടാൻ അതാണല്ലോ സമയം എടുക്കുന്നത്. സമയമെടുക്കും. ഇവിടെ പിന്നെ നമുക്ക് ഫാമിംഗ് നടത്തണമെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ ഹോം ഡിപ്പോയിലോ വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് മിഷനറീസ് എല്ലാം റെന്റും കിട്ടും. പിന്നെ മിക്കവാറും ഓണും ചെയ്യും. പിന്നെ കമ്മ്യൂണിറ്റി ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഈ ഫാമിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഞങ്ങൾ ചുമ്മാ ഞങ്ങളുടെ കുറെ അയലോക്ക വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ വേണ്ട, നമ്മുടെ മുമ്പിൽ ഒരു ലൗസ് വരുന്നുണ്ടേ. നമുക്ക് ഇവിടുന്ന് ഒരു കാപ്പി എടുത്തിട്ട് പോവാം. വേറെ ഒന്നുമല്ല, നമ്മൾ ആ റെസ്റ്റ് ഏരിയന്ന് ഷിഫ്റ്റ് മാറിയതുകൊണ്ട് കാപ്പി ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് കാപ്പി എടുത്തു കഴിഞ്ഞാൽ ഇട്ട് പോകാൻ പറ്റും. പിന്നെ അല്ല, വിൻഷീൽഡ് ഒന്ന് ക്ലീൻ ആക്കിയേക്കാം. അങ്ങനെ ഒരു ദിവസത്തേക്ക് ആവശ്യത്തിന് വിശേഷങ്ങൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കൂടെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുന്നു. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാവേ. എല്ലാവർക്കും ഹൈവേ ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില സമയത്തുണ്ടല്ലോ ഭായി, നമ്മളീ പോകുമ്പോ ഈ റൈറ്റ് സൈഡിൽ ഇതിന്റെ പാരലൽ ആയിട്ടുണ്ടല്ലോ ട്രെയിൻ പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര രസാ, കിട്ടില്ല. മറ്റേ ഈ ഗുഡ്സ് ട്രെയിൻ ഇങ്ങനെ കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ പാമ്പ് പോണ പോലെ വളഞ്ഞു വളഞ്ഞ്. പുള്ളി എപ്പോ ട്രെയിൻ വരുന്നുണ്ടാലും പുള്ളി എയർഫോൺ അടിക്കും. ചില സമയത്ത് അവർ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും. അതൊരു രസമായിരുന്നു. ആണോ? അപ്പം ഈ യൂത്തേലെ വിഷ്വൽസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോസിൽ കണ്ട് നമ്മളെ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന UC എന്നുള്ള ജോബായി നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കും, എടാ യൂത്ത എന്നല്ല യൂറ്റ എന്നാണെന്ന്. പക്ഷേ നമ്മളെപ്പോഴും ഈ യൂത്താന്നോ അല്ലെ ചിക്കാഗോയ്ക്ക് ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ ഷിക്കാഗോ എന്നാണെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ പറയുന്നത് എന്നാണെന്നറിയോ, ഈ പറയുന്ന പോലെ നമ്മൾ മലയാളീസ് ചെറുപ്പം പോലെ നാട്ടിൽ നിന്ന് കേട്ടും അല്ല ഈ വാർത്തകൾ കണ്ടുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞിരിക്കുന്ന ആ ഒരു ഈ സ്ഥലങ്ങളുടെയൊക്കെ പേര് ഇതുപോലെ ആയിരിക്കുമല്ലോ. ചിക്കാഗോ എന്നും ഒക്ലഹോമ, ഇതൊക്കെ നമ്മൾ അല്ലെ യൂത്ത നമ്മുടെ മലയാളത്തിൽ പറയുമ്പോഴേ, അപ്പം നമ്മുടെ സാധാരണക്കാരായ മലയാളികൾക്ക് കൂടുതൽ കണക്റ്റ് ആവുന്നത് ഈ പറയുന്ന പോലെ ചിക്കാഗോ എന്ന് കേൾക്കുമ്പോഴും അല്ലെ യൂത്ത എന്ന് പറയുമ്പോഴാണല്ലോ മലയാളത്തിൽ. അല്ലെ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇത് കണ്ടോ യൂത്തയിലെ നല്ല നല്ല കാഴ്ചകൾ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അതുപോലെ പറയാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. പക്ഷെ ഇതിൻ്റെയൊക്കെ യൂത്തയുടെ ആണെങ്കിലും ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ യൂത്ത എന്നും ചിക്കാഗോയുടെ ശരിയായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഷിക്കാഗോ എന്നും അങ്ങനെ ഒക്കെയാണ്. ഈ അപ്പുറം കാണുന്ന ഒരു വലിയൊരു റിസർവോയർ ഉണ്ടല്ലോ, വലിയ ലേക്ക്. അതേണ്ടേ നോക്കി, വിന്ററിൽ ഇത് നിറയെ അങ്ങ് ഫ്രോസൺ ആണ്. നമ്മൾ നേരത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിറയെ അങ്ങ് ഫ്രോസൺ ആയിട്ട് ആൾക്കാർ ചിലപ്പോൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നതാണ്.
നമ്മളെ മുമ്പിലുള്ള ഈ 2 വളവ് വളയുന്നതോടുകൂടി യുദ്ധയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കും കേട്ടോ. അതായത് പാർക്ക് സിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് നല്ല കിടിലൻ ചില ഫാംസ് ഒക്കെ ആയിട്ട് കുറേ കുതിരകളും നല്ല അടിപൊളി ചെറിയ ചെറിയ അരുവികളും ഒക്കെ ആയിട്ടുള്ള ഒരു കിടില സ്ഥലമാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നിർത്തി അതിൻ്റെ വിഷ്വൽസിലേക്കായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ പട്ടികൾ ഏതാന്ന് മനസ്സിലായോ ഭായി? ആ പട്ടികളാണ് മറ്റേ ഇവന്മാര് ഈ കൗബോയ്സ് ഇഷ്ടംപോലെ ഇവരുടെ ഈ കൗവിന്റെ കൂട്ടത്തിനെ വിടുമല്ലോ. അപ്പൊ കുതിരകളെ ഇവരെ ഇതിന്റെ മുകളിൽ കൂടെ കയറി ഇതിനെ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ പട്ടികളും ഈ മറ്റേ വേട്ടയ്ക്ക് പോകുന്ന പട്ടികളെ ഉപയോഗിക്കില്ലേ, അതുപോലെ ഈ പട്ടികൾ ഇവരെ ഹെൽപ്പ് ചെയ്യും. മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന പശുക്കളെ ഒരു ഗ്രൂപ്പായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട്. അത് തന്നെ. ഈ കാണുന്ന മലകളുടെയൊക്കെ മുകളിലും ഉണ്ടല്ലോ, മുകളിലും വീടുകളുണ്ടെന്നുള്ളതാണ്. ആലോചിച്ച് വല്ല സെലിബ്രിറ്റീസിന്റെ ഒക്കെ വീടുകളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഉണ്ടല്ലോ ഭായി, ഈ കാണുന്ന മലനിരകളില്ലേ, ഇതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടോ? ഈ ട്രെയിൽസിൽ കൂടെ ഈ കൗബോയ്സിന്റെ ഫാമിലീസ് അവർ ഫാമിലി ആയിട്ട് കുതിരകളിൽ കയറി ഇങ്ങനെ കുതിരകളെ കൊണ്ട് ട്രെയിൽ പോകുന്നത് കാണാം. നടന്നു പോകാൻ പറ്റില്ല, പക്ഷെ അവര് കുതിരകളെ കൊണ്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ചിലപ്പോൾ അവരുടെ റാഞ്ച് ആയിരിക്കുവേ. അപ്പോൾ അതിൻ്റെ ചുറ്റും ഈ ചെറിയ പിക്നിക്കൊക്കെ പോകുന്ന പോലെ, നമ്മൾ പിള്ളേരൊക്കെ കയറ്റി ചെറിയ ടൂറൊക്കെ പോകുന്ന പോലെ. ഇത് എന്തോ മത്സരത്തിൻ്റെ ഒക്കെ റൂട്ടാന്ന് തോന്നുന്നു, സൈക്ലിങ്ങിൻ്റെ ഒക്കെ. ഇടയ്ക്ക് അങ്ങനെ സൈക്ലിസ്റ്റുകളൊക്കെ ചെയ്യുന്നതാണ്. ആ കാണുന്ന ഹട്ട് പോലത്തെ ഒരു സാധനം കണ്ടോ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്തോ സൈക്ലിങ്ങിൻ്റെ ഒക്കെ. അതെ അതെ. എന്തായാലും പാർക്ക് സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ജോമറ്റോയെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. വേണ്ട, ഇത് നമ്മുടെ ലിൻഡാമ്മ ഉണ്ടാക്കി കൊടുത്ത് വിട്ട കിടിലൻ ചെമ്മീൻ്റെ എന്നാ സാധനം ബ്രോ? ഇത് ചെമ്മീൻ്റെ എന്തോ ഒരു സാധനം കേട്ടോ, റോസ്റ്റോ. അത് എന്നാ ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, ജോമറ്റോയെ ഓർക്കുന്നുമില്ല. പക്ഷെ താങ്ക് യു ലിൻഡാമ്മ. അപ്പോൾ വേണ്ട, സോൾട്ട് ലേക്ക് സിറ്റിയുടെ കയറ്റം കയറുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക് ചെക്ക് ഏരിയ ഉണ്ട്, അവിടെ നിർത്തി ഞങ്ങൾ പ്രീ ട്രിപ്പ് ഇടുമായിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് അടുത്ത ലൗസിലേക്ക് കുറച്ചുകൂടെ ദൂരമുണ്ട് കേട്ടോ, ഏകദേശം 100 കിലോമീറ്റർ കൂടെ ഉണ്ട്. ചിലപ്പം അവിടെ എത്തുന്നതിന് മുമ്പ് ലോഗ് തീർന്നാലും അവിടെ എത്തിയിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ പോകാനാണ് നമ്മുടെ പ്ലാന്. കാരണം എന്തായാലും നല്ല അകത്തൊക്കെ നേരെ പൊടി ആയതുകൊണ്ട് ഒരു ഫ്രഷ്നെസ് ഇല്ല, അവിടം വരെ എത്തിയില്ലെങ്കിലും. സോൾട്ട് ലേക്ക് സിറ്റിയുടെ ആ ഒരു വലിയ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന വണ്ടികളാണിത് പാർക്ക് സിറ്റിയിൽ നിന്ന്. കാരണം ഇപ്പം നിങ്ങളൊരു സൂത്രം കാണിക്കാം, നിങ്ങൾ ഈ വീടുകളൊക്കെ കണ്ടോ? പാർക്ക് സിറ്റിയുടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ വീടുകളൊക്കെ നല്ല കോട്ടേജസും ഒക്കെ പോലെയാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ബ്യൂട്ടി ഏറ്റവും അടിപൊളിയാവുന്നതെന്ന് പറഞ്ഞാൽ വിൻ്ററിലില്ലേ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ കുറേ മരങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ വീടുകളായിട്ടല്ലേ കാണുന്നത്. വിൻ്ററിൽ ഇതിൻ്റെ ഇടയിൽ പൗഡർ ഇട്ട് വെച്ചേക്കുന്ന പോലെ കുറേ വെള്ളക്കൂട്ടങ്ങളുടെ ഇടയിൽ കുറേ ലൈറ്റൊക്കെ ഇട്ട്, ഇതിൻ്റെയൊക്കെ ഔട്ട് സൈഡ് മിക്കതും ഗ്ലാസ് ആട്ടോ. അപ്പോൾ ഈ അകത്ത് ഒരു വാം കളറുള്ള ഒരു മഞ്ഞ കളറുള്ള ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ വെള്ള പൗഡർ ഇട്ടിട്ട് അതിൻ്റെ നടുക്ക് ചെറിയ ചെറിയ കോട്ടേജസ് ഇരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. ഞാൻ പലപ്പോഴും ഇവിടെ ഡ്രോൺ പറപ്പിക്കണം എന്ന് ഓർക്കും, പക്ഷെ ആ സമയത്തെ സാഹചര്യം ശരിയാവാത്ത കാരണം നമുക്ക് സാധിക്കാറില്ല. എന്തായാലും നെക്സ്റ്റ് വിൻ്റർ ആവട്ടെ.
വേണ്ട ഓരോ വലിയ മേജർ ഇറക്കത്തിന് മുമ്പ് ഇതുപോലെ ബ്രേക്ക് ചെക്ക് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലം ഉണ്ടാവേ. ബ്രേക്ക് ചെക്ക് ഏരിയ ഇങ്ങനെ ട്രക്കുകൾക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇപ്പം എല്ലാത്തിൻ്റെയും ബ്രേക്കും ടയറും ഒക്കെ ചെക്ക് ചെയ്ത് റിമ്മൊക്കെ ചൂടാണോ ബ്രേക്കൊക്കെ ചൂടാണോ അതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് ഇൻ കേസ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്കൊക്കെ ചൂടാണെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് അത് തണുപ്പിച്ചിട്ട് വേണം ഇറക്കം ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ബ്രേക്ക് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരും, പ്രത്യേകിച്ച് ഹെവി ലോഡ് ആണെന്നുണ്ടെങ്കിൽ. അതുകൂടാതെ നമ്മുടെ ബ്രേക്സ് ചിലതിൻ്റെയൊക്കെ ഡിസ്ക് ബ്രേക്സ് ആയിരിക്കും. അത് ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ നമ്മൾ ആ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് ചെക്ക് ഏരിയ നിർത്തിയിട്ട് നമ്മൾ തണുപ്പിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ട്. പുറത്ത് നിന്ന് കഥ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. പോറായോ? നമ്മളിപ്പോൾ ഈ ഇറങ്ങാൻ പോകുന്ന ഈ ഇറക്കം ഉണ്ടല്ലോ, വിൻ്ററിൽ സ്നോഫോൾ ഉള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡേഞ്ചർ സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇറക്കത്തിലൊക്കെ ബ്ലാക്ക് ഐസ് കാണും, വണ്ടികൾ ഇങ്ങനെ സ്ലിപ്പായി പോകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഹെവി ലോഡാണ്. ഈ ഡബിൾ ട്രെയിലറായിട്ട് വരുന്ന ടാങ്കറുകളൊക്കെ ഇങ്ങനെ സ്ലിപ്പായി പോകും. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇറക്കാൻ വേണ്ടിയിട്ട്. വേണ്ടേ 10 മൈലാണ് ഈ ടോട്ടൽ ഇറക്കത്തിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളത്. എൻ്റെ പറഞ്ഞേ നോർത്ത് അമേരിക്കയിൽ ഏറ്റവും വലിയ കോസ്കോ ഇവിടെ ആണോ? സാൾട്ട് ലേക്ക് സിറ്റിയുടെ. അതെ.